വാ വാ സൂക്ഷിച്ചു വാ സൂക്ഷിച്ചു വേണ്ട ഹലോ നമസ്കാരം. ഇന്ന് നമ്മൾ ഉള്ളത് കരിച്ചേരിയിലാണ്. കരിച്ചേരിയില് ഗിരീഷ് ഏട്ടന്റെ വീട്ടിലാണ്. ഇവിടെ എന്തെങ്കിലും കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഇവിടെ എന്നാലും ഒരു കാണാനൊരു കാഴ്ചയുണ്ട്. എന്താ, ഇവിടെ ഒരു തെറുങ്കുണ്ട്, കണ്ടില്ലേ? ഇത്രേ ഹൈറ്റ് ഉള്ളൂ, അതായത് എൻ്റെ വീട്ടം വരെ ഹൈറ്റ് ഉള്ളൂ. ഇതിൻ്റെ അകത്തേക്ക് പോകാൻ പറ്റുമോ? അപ്പോൾ ഇതിലെ കൂടി ഇങ്ങനെ നൂഴ്ന്ന് വേണം പോകാൻ വേണ്ടിയിട്ട്. വന്നോ? ഇതെങ്ങനെ ചേട്ടാ? ഇല്ല ഇല്ല, വാ വാ. പയർന്നിട്ട് ഇല്ല, ചെറിയ വാ, പേടിക്കണ്ട, വന്നോ? ചെറിയ സ്ഥലം. വാ 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 വാ. തലമുട്ടുന്ന മുകളിൽ ലൈറ്റർ ഒന്ന് നോക്കട്ടെ. ഒന്നും കാണുന്നില്ലേടാ. വാ വാ, തിരിയാൻ പറ്റുമോ ഇവിടുന്ന്? അയ്യോ, തലേനെ മുട്ടുന്നു. വാ വാ. ശരിക്കിങ്ങനെ കുറച്ച് മുട്ടിലഴിഞ്ഞു. സാധാരണക്കാർക്ക് പറ്റൂല. ഇത് അത്ഭുതം കേട്ടോ. ഇതിന്റെ ഉള്ളിൽ നോക്ക്. അയ്യോ, ഇത് തുരങ്കല്ല, അത് ഗുഹ. വീടെല്ലാം മണ്ണിടിഞ്ഞിട്ടുണ്ട് കേട്ടോ. വീടുന്നേ പേടിയാന്നല്ല, ചെറിയൊരു ഭയം. പേടിയില്ല, ചെറിയൊരു ഭയം അല്ലേ? എന്റെ അമ്മച്ചോ, ഇത് അച്ഛൻ കൊറേ വർഷമായിട്ട, ഒരു 6-7 വർഷം ആയിക്കാണുണ്ടോ. ഇതാ ഇവിടുന്നാണ് ഈ ഉറവ നമുക്ക് ചേട്ടാ. എത്തി. വാ 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 വാ. നിങ്ങൾക്ക് കാണിക്കാന്ന് എന്താന്ന് അറിയോ? ഇങ്ങനെ തുരങ്കം ഇങ്ങനെ വെട്ടി ഈ തുരങ്കം ഉണ്ടാക്കിയിട്ട് ഇതിന്റെ ലാസ്റ്റ്, അതായത് ഇതിന്റെ ലാസ്റ്റിലേക്ക് എത്തുമ്പോൾ ഉറവയിലേക്ക് എത്തുന്നത്, ആ ഉറവയിലേക്ക് എത്തുന്ന സീനാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. കാരണം ഭൂമിയിൽ നിന്ന് എങ്ങനെയാണോ നമുക്ക് ഉറവ കിട്ടുന്നത്. കാരണം എല്ലാരും വെള്ളം കുടിക്കുന്നതേ ഉള്ളൂ. ഇത് എവിടുന്ന വരുന്നത് കണ്ട, തുരങ്കം മുഴിച്ച് ഇവിടെ എത്തുമ്പോ കണ്ട, ഇത് ഉണ്ടാക്കിയതല്ല, ഈ ഓൾസ് പ്രകൃതിയായിട്ടുള്ളതാണ്. ഇതിനകത്തുനിന്നാണ് വെള്ളം വരുന്നത്. തുരങ്കം എന്തിനാണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതാണ്. ഈ ഉറവയിലേക്ക് നമ്മൾ ഇങ്ങനെ വരും, കണ്ട കണ്ട, ഇതിങ്ങനെ, അതായത് ഇതിലെങ്ങനെ വെള്ളം വരുന്നത്. വെള്ളം കാണിച്ചേ. നമ്മൾ മിണ്ടാതെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം വീഴുന്ന ശബ്ദം ശരിക്കും കേൾക്കാം. ഇങ്ങനെ ഉറവയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് സുരംഗം കുഴിക്കുന്നത് കേട്ടാ. ഈ വെള്ളമാണ് നമ്മൾ ഇങ്ങനെ സുരംഗ വഴി പുറത്തേക്ക് എത്തിക്കുന്നത്. കിണർ ഒഴിക്കുമ്പോൾ നമുക്ക് വെള്ളം കിട്ടൂലേ, അത് ഇതുപോലെയാണ്. പക്ഷെ കിണറിലെ വെള്ളം നമുക്ക് കാണാൻ പറ്റൂല. ഇതിങ്ങനെ ഉറവ ഭൂമിയുടെ അകത്തുനിന്ന് ഇങ്ങനെ ഉറവ വരുന്നത് ശരിക്കും കാണാൻ പറ്റും. കണ്ടില്ലേ? ഇതൊരു അത്ഭുത കാഴ്ചയാണ്. കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇതിലൊക്കെ വെള്ളം എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇതിലൊക്കെ ഇങ്ങനെ ഒഴുകി പുറത്തേക്ക് വരും. കണ്ടില്ലേ? ഇവിടെയൊക്കെ കണ്ടോ, ഇവിടെ എല്ലാം ഓൾസ് ഉണ്ടാ, എല്ലാവർക്കും പാമ്പുണ്ടാ, പാമ്പൊന്നും ഉണ്ടാവില്ല. ഈ വാറ്റെല്ലാം കണ്ട. അപ്പൊ നമുക്ക് ഇങ്ങനെ പോവാം. ഇതൊരു സാഹസിക യാത്രയാണ്. ഇല്ല ഇല്ല, അങ്ങനെയൊന്നും ഇടിഞ്ഞു പോകില്ല. നിനക്ക് പറ്റുന്നുണ്ടല്ലോ. ഇതെടുത്തേ, കണ്ടാ കണ്ടാ, ഇതിന് ഇങ്ങനെ ഉറവ വരുന്നുണ്ട് കണ്ടാ. അങ്ങനെ കുറെ ഉറവകള് കൂടിയാണ് പുറത്തേക്ക് എത്തുമ്പോൾ നമുക്ക് നല്ലൊരു വെള്ളച്ചാട്ടമായിട്ട് മാറുന്നത്. ഇത് ഉറവയാണ്. ഇങ്ങനെ വെള്ളം ഇതിലെ കൂടി ഇങ്ങനെ വരുന്നുണ്ട്. ഇതിങ്ങനെ വെട്ടിയാണ് തുരങ്കം ഉണ്ടാക്കുന്നത്. അതായത് ഒരൊറ്റയാൾ പോരാട്ടാണ് തുരങ്കം. ശരിക്കും ഒരാൾക്ക് പോവാൻ ചെരിഞ്ഞിട്ടൊക്കെ പോണം. ഈ വീഡിയോയെല്ലാം കാണിച്ചിട്ട് നമ്മൾ ലാസ്റ്റ് വയ്ക്കും. നിങ്ങൾക്ക് വേറൊന്നും പണിയില്ലേ? ഇന്നുള്ള ടെക്നോളജി ഒന്നും കണ്ടില്ല. അല്ല, ഇന്ന് ടെക്നോളജി ഉണ്ടായാലും കുഴൽക്കിണറൊക്കെ കുഴിച്ചിട്ടും വെള്ളം എല്ലായിടത്തും കിട്ടണമെന്നില്ല. ഇതൊക്കെ ഉണ്ടോ? വെള്ളം ഒഴുകി വരുന്നുണ്ടോ? വെള്ളം ഒഴുകി വരുന്നുണ്ടോ? ഇതിങ്ങനെ പായലിങ്ങനെ പിടിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇതില് വേറെ ഇലയോ ഒന്നും പോകാനില്ല. അങ്ങോട്ടുണ്ട് കേട്ടോ, കണ്ടാ. അതിനും കുറെ ദൂരം ഉണ്ട്. ഇങ്ങനെ എല്ലാം പറ്റിയോ നല്ല സൂക്ഷിച്ചു പോയില്ലെങ്കിൽ തലയും പുറമെല്ലാം ഇടങ്ങി മുട്ടിയിട്ട് മുറിയാൻ.
ക്ഷണം പിടിച്ചാ ലേശം. അയ്യോ 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 അയ്യോ. ഇവിടെ എല്ലാം ഇടിയാൻ സാധ്യതയുള്ള ഒരു കുറച്ചൊരു റിസ്ക് പിടിച്ചൊരു ഏരിയ പിന്നെ നമ്മ രണ്ടാളും തടി കുറവായതുകൊണ്ട് നമ്മള് കുറവാ നീന്റെ അകത്തേക്ക് ഉണ്ട് കേട്ടാ ഇവിടുന്ന് വേറെ വഴി. ഇത് കാണണ്ടെന്ന് പറഞ്ഞ ഒരു തരംഗമല്ല ഒരു തരംഗത്തിനകത്ത് ഇതിങ്ങനെ കേറിപ്പോണം കണ്ടാ ഇതാ അങ്ങോട്ട് നോക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് കയറിപ്പോണം കണ്ടാ അതിലെ കയറിപ്പോണ്ട ഇതിലെല്ലാം വെള്ളം വരുന്നുണ്ട് കണ്ടാ അല്ലെങ്കിലേ ഇത് സൈഡ് നല്ല വെള്ളം ഉണ്ട് കേട്ടോ അപ്പൊ ഇത് ഇടിയാൻ ചാൻസ് കൂടുതലാണ്. അതെ അല്ല അവിടെ നിന്നോ ശബ്ദം മതി എന്നല്ല പറഞ്ഞേ കത്തിലെടുത്തില്ലടാ ഇതില്ലേ ഞാൻ വന്നിട്ടാ ഞാനിവിടെ ബാക്കിലുണ്ട്. അതല്ല അതല്ല മെഴുതിരിയും കെട്ടുവാ മെഴുകുതിരി കെട്ടിട്ട വാ ഇങ്ങോട്ടോ ഇത് ഇത്രയും ദൂരം വന്നിട്ടാകുമ്പോ കണ്ട വാ 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 മല്ലേ വാ മല്ലേ വാ മല്ലേ വന്നാ മതി വെള്ളമുണ്ട് ഇഷ്ടം പോലെ കേട്ടാ പക്ഷെ നിങ്ങൾക്ക് അങ്ങനത്തെ വെള്ളം ഇപ്പൊ ശരിക്കല്ലേ നമ്മള് ഇവിടെ യോഗയെല്ലാം ചെയ്യുന്നവർക്ക് ധ്യാനം ചെയ്യുന്നവർക്കെല്ലാം ഏറ്റവും സുഖമാണ് കേട്ടാ ഇതിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ പുറം ലോകത്തായിട്ടുള്ള ഒരു ശബ്ദം പുറത്തുനിന്നല്ലേ അതെ അതെ പുറത്ത് ലോകത്തുള്ള ഒരു ശബ്ദം ഒന്നും കേൾക്കാൻ പറ്റൂല ആകെ കേൾക്കാൻ പറ്റുന്ന നമ്മൾ ശ്രദ്ധിച്ചു ഒരു സെക്കൻഡ് നമുക്ക് മിണ്ടാണ്ടിരിക്കാം അപ്പൊ പിന്നെ നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കുന്നതായിട്ട് കാണുന്നവർ ഉദ്ദേശിക്കുന്നു അപ്പൊ ഇതാ നോക്കാം വെള്ളത്തിന്റെ ശബ്ദം കേൾക്കാം അല്ല അങ്ങോട്ട് പോകണ്ട അവിടെ ഇടിഞ്ഞിട്ടുണ്ട് ഇതാണ് ഏറ്റവും അപകടം തുരങ്കത്തിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ അത് ഇങ്ങനെ കല്ലും മണ്ണൊക്കെ ഇത് രണ്ടാമത് ഇടിഞ്ഞു വീണത് ഇപ്പൊ ഈ മഴക്കാലത്ത് ഇങ്ങനെ ഇടിഞ്ഞു വീണ് മണ്ടയിലേക്ക് വീണ് കഴിഞ്ഞാൽ അതിനാണ് സമാധി 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 എന്ന് പറയുന്നത് മനസ്സിലായി ഈ കല്ലിങ്ങനെ തലയുടെ മണ്ടയിലേക്ക് വന്ന് വീണ് സമാധിയാവും അങ്ങോട്ട് പോണോ ചേട്ടാ പോണ്ട നല്ലോണം ഇടിഞ്ഞിട്ടുണ്ടാവും ഇടിഞ്ഞിട്ടുണ്ട് എന്നാലും കാണിക്കണ്ടേ നമുക്ക് അത്യാവശ്യം വരണ ചേട്ടാ വാ നല്ല വാ വാ ഇല്ല ഇല്ല അത് ഇടിഞ്ഞത് മുമ്പ് ഇടിഞ്ഞല്ലേ ഇനിയിപ്പോ ഇടിയൂല വാ ഇത് ഉറവ കാണണ്ടേ വീണ്ടും വാ 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 ഭയങ്കര സ്പീഡ് സ്പീഡില്ല വാ 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 വന്നോ വന്നോ ഞാനിത് ഇടണ്ട് ഇങ്ങോട്ട് വാ ഇറങ്ങാൻ കയറ്റുന്നല്ലേ നിങ്ങ ഭയങ്കര സ്പീഡ് വന്നിട്ടോ ഇല്ലപ്പാ സ്പീഡൊന്നുമില്ല വാ വാ സൂക്ഷിച്ചു വാ സൂക്ഷിച്ചു വരുന്നുണ്ട് വേണ്ട ഇല്ലില്ല വാ, വാ, വാ. അയ്യോ. പോയാ കെട്ടാ കെട്ടു ലൈറ്റ് ഇല്ല അയ്യോ. ഇതിപ്പോ ആ മൈക്കിന്റെ ലൈറ്റ് മാത്രമേ ഇല്ല ഇതാ ചെറിയൊരു കുത്ത് മാത്രമേ കാണുന്നുള്ളൂ അയ്യോ നമ്മുടെ മൈക്കിന്റെ ലൈറ്റ് കാണുന്നുണ്ട് അത്രേ ഇല്ലു അയ്യോ 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 ഒരു മിനിറ്റ് കേട്ടാ ഞാൻ ഫ്ലാഷ് ലൈറ്ററോ ലൈറ്റ് നോക്കാം പോക്കറ്റിലുണ്ടോ അല്ലെങ്കിൽ ഫ്ലാഷ് ഇടാം മൊബൈലിന്റെ ഓക്കെ പേടിക്കണ്ട കേട്ടാ അതന്നെ ഇരുന്നോ പേടിക്കേണ്ട ആവശ്യമില്ല